ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങുന്ന ഉദയഭാനുവിൻ്റെ കൈ തട്ടി മാറ്റുകയാണ് ദേവി. എന്നിട്ട് ചാടി എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും, അച്ഛനിപ്പോൾ സമാധാനമായല്ലോ അല്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ ഉദയഭാനു പറയും, മോളെ നീ എന്താ ഈ പറയുന്നത്? എന്നെ കൊണ്ട് ഓരോരോ കള്ളങ്ങൾ പറയിച്ചു. എന്നിട്ടിപ്പം അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് ആരാ? ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പൊട്ടിക്കരിയുക. മോളെ ദേവി, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? അതിന് എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നിവൃത്തികേടുകൊണ്ട് നമ്മൾ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ അച്ഛനും അമ്മയും മോളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ലേ? അതെ, ഒരു 100 തവണ ഞാൻ പറഞ്ഞു എനിക്ക് കള്ളം പറഞ്ഞ് ഇങ്ങനൊരു ജീവിതം വേണ്ടാന്ന്. എന്നിട്ട് അച്ഛൻ അത് കേട്ടോ? ഓരോ തവണയും ഓരോ കള്ളത്തിന് മണ്ടേ വീണ്ടും വീണ്ടും ഓരോരോ കള്ളങ്ങൾ. എന്നിട്ടിപ്പം എന്തായി അച്ഛാ? അതിൻ്റെയൊക്കെ ഫലം എന്നോണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ ജീവിതം ഇനി എന്താകും? എൻ്റെ കുഞ്ഞില്ലാതെ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ അച്ഛൻ്റെ മുന്നിൽ. ഇത് കാണുന്ന ഉദയഭാനുവിൻ്റെ നെഞ്ച് തകരുക. മോളെ ദേവി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ തെറ്റുകൊണ്ടുമല്ല കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്ന് പറയണ. എൻ്റെ ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടുക. ഇപ്പം എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു. ആനന്ദേട്ടൻ എന്നോട് ദേഷ്യമാണ്. ഞാൻ കാരണമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നാണ് ആനന്ദേട്ടൻ പറയുന്നേ എന്നും പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ തൻ്റെ വിഷമങ്ങളെല്ലാം പൊട്ടിക്കരിഞ്ഞ് തീർക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഉദയഭാനു പറയും, മോളെ ദേവി, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ തകർന്നിരിക്കുന്ന സമയമാണ്. നീ സ്വയം ഇങ്ങനെ വേദനിക്കല്ലേ. അച്ഛൻ ഇതൊന്നും കാണാൻ വയ്യ. നിന്റെ അമ്മ വരാത്തത് എന്തുകൊണ്ട് നന്നായി. നിന്റെ ഈ തകർന്ന അവസ്ഥ കണ്ട ശ്രീകലയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയാം. മോള് അച്ഛൻ്റെ കൂടെ പോരുന്നോ? കുറച്ച് ദിവസം അവിടെ നിൽക്കാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവി പറയും, എന്തിന്? അവിടെ വന്നിട്ട് എന്തിനാ അച്ഛാ? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഓരോരോ കള്ളത്തരങ്ങൾ പറയിക്കാനോ? അതോ 2 ദിവസം ഞാൻ അവിടെ നിന്ന് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം എന്നെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി അടുത്ത കള്ളത്തരം പറയിക്കാനോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഉദയഭാനു തല കുനിച്ച് നിൽക്കുകയാണ്. ആനന്ദേട്ടന് സത്യങ്ങളൊക്കെ അറിയാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വയം ഇല്ലാതാക്കിയതാണെന്ന് ആനന്ദേട്ടൻ കരുതും. കാരണം എന്താ? ആനന്ദേട്ടനോട് അത്രയേറെ കള്ളങ്ങൾ ഞാൻ ചെയ്തതെന്ന കാര്യം ആനന്ദേട്ടനറിയാം. അതുകൊണ്ട് ആ മനുഷ്യന് പോലും എന്നെ വിശ്വാസമില്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞ് കരയാണ്. അച്ഛൻ ഇവിടുന്ന് പൊയ്ക്കോ. വീണ്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ ഇറക്കി വെക്കും. അത് അച്ഛന് കൂടുതൽ വേദനയെ തരുള്ളൂ. പോകാനാ പറഞ്ഞത്. എനിക്കിനി കാണണ്ട നിങ്ങളെ ആരെയും. പുതിയ കള്ളങ്ങൾ പറയിക്കാനായിട്ട് അമ്മയോ അച്ഛനോ ഇനി എൻ്റെ കൺമുന്നിലേക്ക് വരികയും വേണ്ട. നിങ്ങളുടെ മകൾ ദേവി മരിച്ചച്ച എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഉദയഭാനുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ അത്ര തകർച്ചയോടുകൂടിയാണ് ആ മനുഷ്യൻ ദേവിയുടെ മുറിയിൽ നിന്ന് പോകുന്നത്. എന്നിട്ട് വേദനയോടെ ബാലൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഉദയഭാനുവിൻ്റെ മുഖത്തെ നിസ്സഹായ അവസ്ഥ കാണുന്ന ബാലനും ഗോമതിക്കും കുറ്റബോധം കൊണ്ട് തല കുനിച്ച് നിൽക്കുക. എന്നിട്ട് ബാലനോട് ചോദിക്കും, എന്താ ബാല സംഭവിച്ചത്? എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം എന്താ? എൻ്റെ കുഞ്ഞിന് അവളുടെ കുഞ്ഞിനെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഞാൻ ചോദിച്ച കേൾക്കുന്നില്ലേ ബാല എന്ന് ചോദിക്കുക. അപ്പം ബാലൻ തല കുനിച്ച് നിൽക്കുകയാണ്. ഗോമതി അത് കണ്ട് ആകെ എന്ത് പറയണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ദേവിയുടെ അച്ഛനും അമ്മയും എന്ന നിലയിൽ എനിക്ക് ശ്രീകലയ്ക്കും ഈ കാര്യം അറിയാനുള്ള അവകാശമില്ലേ? ഞാനിവിടെ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും എന്നോടിത് പറയുമായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ വന്നതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞു. എൻ്റെ മോളുടെ ഈ തകർന്ന അവസ്ഥയിൽ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഞങ്ങളല്ലേ വേണ്ടത് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ബാലൻ പറയും, ഉദയഭാനു സാർ, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ദേവിമോളെ ഞങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ സ്വന്തം മോളായിട്ടേ അവളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ മൂത്ത മോള് തന്നെ അവള് എന്ന് പറയണേ കേട്ടോ. എന്താ സംഭവിച്ച ബാല? നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കിയില്ലെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാനും ശ്രീകലയും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഗോമതിയും ബാലനും അവളെ നോക്കൂന്ന് ഞങ്ങൾക്കറിയാം. അവളും അതെപ്പോഴും പറയുകയും ചെയ്യുന്നതാ. എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ബാലൻ പറയും, ഇതിനൊക്കെ കാരണം അവളോ? ആരാ ഇതിനൊക്കെ കാരണം? ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എൻ്റെ മോള്, അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ഗോമതിയും ധർമ്മനും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അനുശ്രീ എന്താ ചെയ്തത് എന്ന് പറയണം. എന്നിട്ട് ബാലൻ എല്ലാ കാര്യങ്ങളും ഉദയഭാനുവിനോട് പറയുകയാണ് കേട്ടോ തുറന്ന്. ഇതൊക്കെ കേൾക്കുന്ന ഉദയഭാനുവിനെ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കാം. എന്തൊക്കെയാ ബാല ഇവിടെ നടക്കുന്നത്? അനുശ്രീയും അലോകും തമ്മിൽ സ്നേഹത്തിലാണെന്നോ? അവൻ ഇവിടെ വന്ന് കയറിയെന്നോ? എൻ്റെ ദേവിമോളുടെ വയറ്റ് ചവിട്ടിയെന്നോ? ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണോ? ബാലൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, വിശ്വസിക്കണം സാർ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച എൻ്റെ മോള് തന്നെയാണ് എന്നെ ചതിച്ചത്. ദേവിമോൾക്ക് ഈ അവസ്ഥ വരാനും കാരണം അവളാ. ഇങ്ങനൊരു ചതി അവൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് പറയണേ കേട്ടോ. ഇത് കേൾക്കുമ്പം ബാലനോട് എന്ത്
പറയണമെന്നറിയാതെ ഉദയഭാനു നിൽക്കുകയാണ്. അനുശ്രീയെ കുറ്റപ്പെടുത്തി അവരോട് സംസാരിച്ചിട്ട് എന്താ നേട്ടം? ഒരു നേട്ടവും ഇല്ല. ബാലനും ഗോമതിയും ഇതിൽ നിരപരാധികളാണെന്ന് ഉദയഭാനുവിന് മനസ്സിലാവുകയാണ്. അയാൾ ആരോട് എന്ത് പറയണമെന്നറിയാതെ ആകെ വേദനയോടുകൂടി നിൽക്കുക. എൻ്റെ മോള് ചെയ്ത തെറ്റിൻ്റെ ഫലവാ ദേവി മോളും ആനന്ദും അനുഭവിക്കുന്നത്. അവൾക്ക് വേണ്ടി ഞാൻ ഉദയഭാനു സാറിനോട് മാപ്പ് ചോദിക്കുക. സാറിന് ഒരു മുത്തശ്ശനാകാനുള്ള ആഗ്രഹമാണ് ഇവിടെ ഇല്ലാതായെന്ന് എനിക്കറിയാം. എനിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചുമോളുടെയോ കൂടെ കളിക്കുന്നതും സ്വപ്നം കണ്ട ഇത്രയും നാളും ഞാൻ കഴിഞ്ഞത് അതൊക്കെ ഇവിടെ ഇല്ലാതായിരിക്കുക. നമ്മൾ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയത് എൻ്റെ മോളാ എന്ന് പറയണം കേട്ടോ. എന്ത് പറയണമെന്നറിയാതെ ഉദയഭാനു നിൽക്കുകയാണ് കേട്ടോ. ധർമ്മനും ആകെ സങ്കടം വരിക. അനുശ്രീ ഒരു തെറ്റും ചെയ്യാതെയാണ് എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരി ആയിക്കൊണ്ടിരിക്കുന്നത്. സുകന്യയെ പറ്റിയുള്ള സത്യങ്ങൾ പറഞ്ഞാലും ഇപ്പം അളിയനും ഏടത്തെയും അത് വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ ധർമ്മൻ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ബാലനോട് യാത്ര പറഞ്ഞ് ഉദയഭാനു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുക. ബാല, ഇനിയും ഞാനിവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇനിയും കേൾക്കാൻ എനിക്ക് വയ്യ. ശ്രീകലയോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. അവൾ ആകെ തകർന്നു പോകും എന്ന് പറയണേ കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരാം. ഞാൻ ദേവിമോളെ വിളിച്ചതാ. അവൾ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ അവൾക്ക് സമാധാനം വന്നാ അവൾ പറയുന്നത് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, ഉദയഭാനു സാർ ഒന്നുകൊണ്ടും വേദനിക്കണ്ട. ഞങ്ങൾ അവളെ നന്നായിട്ട് നോക്കിക്കോളാം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റു പറ്റിപ്പോയി, അതിന് മാപ്പാക്കണം എന്ന് പറയണേ കേട്ടോ. ഗോമതി എന്തിനാ മാപ്പ് പറയുന്നത്? ഗോമതിയും ബാലനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അവളെ ഞങ്ങൾ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കുകയും ചെയ്യുമെന്നറിയാം. ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെയും തെറ്റുകൊണ്ടല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചുരുകി ഉദയഭാനു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഉദയഭാനുവിന്റെ ആകെ തകർന്നുള്ള ആ പോക്ക് കാണുന്ന ബാലനും ഗോമതിക്കും ആകെ സങ്കടം വരിക. അപ്പൊ പെട്ടെന്ന് ധർമ്മം പറയും, അളിയ, ഉദയഭാനു സാറിനോട് അനുമോളുടെ കാര്യം പറയണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം ബാലൻ പറയും, നീ എന്നതാ ധർമ്മ പറയുന്നത്? ഇത്രയും വലിയ തെറ്റ് ചെയ്തത് എൻ്റെ മോളാ. അത് മറച്ചു വെച്ച് അവളെ രക്ഷിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഇപ്പം ആ തകർന്നു പോയതും ഒരു പെൺകുട്ടിയുടെ അച്ഛനാ. അതിന് കാരണക്കാരി ആരാ? എൻ്റെ മകള് എന്ന് പറയണം. എങ്കിലും അളിയ, നമ്മുടെ അനുമോളല്ലേ, അവൾ അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് അളിയന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. പക്ഷെ അവളല്ലാതെ പിന്നെ ആരാ അവനെ വിളിച്ച് ഇവിടെ കയറ്റിയത്? ഒരാളുടെ സഹായമില്ലാതൊന്നും അലോകിന് ഈ വീട്ടിൽ കയറാനായിട്ട് സാധിക്കില്ല. അത് അവൾ തന്നെയാണ് ചെയ്തത്. എത്ര ധൈര്യം ഇരുന്നിട്ടാ ഒരുത്തിനെ വിളിച്ച് അവൾ വീട്ടിൽ കയറ്റിയത്? എൻ്റെ മോളാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ നാണക്കേടാ എന്ന് പറയാം. അപ്പോൾ ഗോമതി പറയും, ബാലേട്ട എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് പറയാം. ഗോമതി, നീയും അവൾക്ക് വേണ്ടി ഒരു ന്യായീകരണമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ പോവാണ് കേട്ടോ ബാലൻ. അത് കാണുമ്പോൾ ധർമ്മൻ പറയും, ചേച്ചിയെങ്കിലും അനുമോളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കണം. വേണ്ട ധർമ്മ, അവളുടെ ഭാഗത്തെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ഇപ്പം എല്ലാവരുടെ മുന്നിൽ എൻ്റെ ബാലേട്ടൻ ഇങ്ങനെ തല കുനിച്ച് നിൽക്കാൻ കാരണക്കാരി ആരാ? അവൾ ഒറ്റ ഒരുത്തിയാ. അവളെ കണ്ണുമടച്ച് ഞാൻ വിശ്വസിച്ചത് കൊണ്ടാ. അവൾക്ക് അവനോടൊരു ചുറ്റിക്കളി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതാ. എന്നിട്ട് എനിക്ക് തന്ന വാക്ക് പാലിക്കാതെയാ അവൻ്റെ പിന്നാലെ അവൾ വീണ്ടും പോയതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗോമതി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മനും നിൽക്കാം. ഇതേ സമയം ഉദയഭാനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആനന്ദ് ഓഫീസിൽ നിന്ന് വരുന്ന കാണുന്നത്. ആനന്ദിനെ കാണുന്ന ഉദയഭാനു ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ല. മോനെ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മോനും ദേവിമോൾക്കും തീരെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിനെ എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് അച്ഛൻ അറിയാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ആനന്ദ് ചോദിക്കും, അച്ഛനോ എന്ന്. ആരുടെ അച്ഛൻ? നിങ്ങൾ ദേവിയുടെ മാത്രം അച്ഛനാ എന്ന് പറയാണ് കേട്ടോ. മോനെ, എന്നോട് നീ എത്ര വേണമെങ്കിലും ദേഷ്യം കാണിച്ചോ, പക്ഷെ എൻ്റെ മോളോട് ആ ദേഷ്യമൊന്നും ഈ സാഹചര്യത്തിൽ കാണിക്കലേടാ. അവള് ആകെ തകർന്നിരിക്കുക. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആണുങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതെന്ന് വരില്ല. പക്ഷെ അവൾ അത്രയേറെ തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്റെ കുത്തുവാക്കുകൾ കൂടി എൻ്റെ മോള് താങ്ങില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. അതിന് നിങ്ങളുടെ മോളെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നും ഇല്ലല്ലോ. അത്രയും സങ്കടം ഉണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ നിന്നാൽ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന കുത്തുവായ്ക്കുകളൊക്കെ വേണമെങ്കിൽ കേട്ടെന്നിരിക്കും. അത്രയ്ക്ക് നല്ല പ്രവർത്തികളാണല്ലോ എന്നോട് അച്ഛനും മോളും അമ്മയും എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നത്. ഇപ്പം അവളായിട്ട് എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കി. അച്ഛനാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ അവൾ ഇല്ലാതാക്കിയത്. അവളോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ച് നടക്കണമെന്ന്. എന്നിട്ട് അവൾ അത് എന്തെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെടുത്തിയിട്ട് വേദനിക്കുന്നു പോലും. അവളെക്കാൾ 100 ഇരട്ടി വേദനിക്കുന്നത് ഈ ആനന്ദിന എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. ആനന്ദിൻ്റെ ആ പെരുമാറ്റം വീണ്ടും ഉദയഭാനുവിൻ്റെ മനസ്സോ ഒരുപാട് വേദനിപ്പിക്കുക. തൻ്റെ മോൾക്ക് ഇവിടെ ഒരു സമാധാനം അവൻ കൊടുക്കില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് കേട്ടോ. എങ്കിലും അയാൾ അവിടെ നിന്ന് നിസ്സഹായനായിട്ട് ഇറങ്ങി പോവാണേ.
ഇതേസമയം ആനന്ദാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കും, നിന്റെ അച്ഛനെ ഞാൻ കണ്ടായിരുന്നു, ആ ഫ്രോഡില്ലേ അയാളുടെ കൂടെ നിനക്കും പൊയ്ക്കൂടായിരുന്നു, നീ എന്തിനാ ഇവിടെ നീയും കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നേ എന്ന് ചോദിക്കുകയാണേ. അത് കേൾക്കുന്ന ദേവിക്ക് ആകെ സങ്കടം വരിക. ആനന്ദേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ, ഇതല്ലേ എൻ്റെ വീട് എന്ന് ചോദിക്കുക. ഇത് നിന്റെ വീടല്ല, എൻ്റെ വീട്. എൻ്റെ മനസ്സിൽ ഇനി നിനക്ക് ഒരു സ്ഥാനവും പിന്നെ നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ. ഓരോ നിമിഷവും ആനന്ദേട്ടൻ്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നോട് ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോഴും അത് ആനന്ദേട്ടൻ്റെ വേദനയാ പറഞ്ഞു തീർക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നെ കൂടി ഒന്ന് മനസ്സിലാക്കുക ആനന്ദേട്ട, എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടം. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഗതികേട് കൊണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് ഒരു പങ്കുമില്ല ആനന്ദേട്ട എന്ന് പറയാം. നിന്റെ കള്ളക്കണ്ണീരൊക്കെ നീ നിന്റെ അച്ഛനും അമ്മയുടെ മുന്നിൽ കാണിച്ചാൽ മതി. ഈ ആനന്ദിനെ അതിൽ വീഴില്ല. ഒരിക്കൽ നിന്നെ മനസ്സ് തുറന്ന് സ്നേഹിച്ചവനാടി ഈ ഞാൻ. എന്നിട്ട് നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞു കൂട്ടിയത്, ഒരു 100 കള്ളങ്ങൾ. ആ കള്ളങ്ങൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ നീ പടുത്തുയർത്തി. എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ആ കുഞ്ഞിനെ അതിന് നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നോടി എന്ന് ചോദിക്കാം. ആനന്ദേട്ട ഇങ്ങനെ പറയല്ലേ ആനന്ദേട്ട, എന്നോട് എന്ത് വേണേലും ദേഷ്യപ്പെട്ടോ, പക്ഷെ ഞാൻ മനഃപൂർവ്വം എൻ്റെ കുഞ്ഞിനെ കളഞ്ഞതാണെന്ന് മാത്രം പറയല്ലേ എന്നും പറഞ്ഞ് ദേവി ആനന്ദിന് മുന്നിൽ പൊട്ടിക്കരയാണ് കേട്ടോ. പക്ഷെ ആനന്ദിന് യാതൊരു മനസ്സലവും ദേവിയോട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.